ലാഡിയസ് എന്നാണ് നമ്മുടെ കഥാനായകന്റെ പേര്. അവന് 10 വയസ്സാകുന്നതേ ഉള്ളൂ. പാവം, അവന്റെ കാലുകൾ വളഞ്ഞാണ് ഇരിക്കുന്നത്. ഒരു ഊന്നുവടിയുടെ സഹായത്തോടെയാണ് അവൻ നടക്കുന്നത്. ലാഡിയസ് തന്റെ സഹോദരന്മാരോടുകൂടി ഇരിക്കുമ്പോൾ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടു. ഉണ്ണിയേശുവിന്റെ ജനനത്തെക്കുറിച്ച് അറിയിച്ചു. പെട്ടെന്ന് തന്നെ ലാഡിയസിന്റെ ചേട്ടന്മാർ പോകുവാൻ ഒരുക്കമായി. അവരുടെ ഇടയിലേക്ക് മുടന്തി കുഞ്ഞു ലാഡിയസ് ചെന്നു. യേശുവിനെ കാണാൻ പോകുമ്പോൾ ആടുകളെ ആര് നോക്കും എന്നതായി മൂത്ത ജ്യേഷ്ഠൻ സാമുവലിന്റെ ചോദ്യം. ഒടുവിൽ നമ്മുടെ കുഞ്ഞു ലാഡിയസ് തന്നെ നിൽക്കാമെന്ന് സമ്മതിച്ചു. രാജാവിന് നൽകുവാൻ ഓരോരുത്തരും സമ്മാനങ്ങൾ ഒരുക്കി. ഉണ്ണിയേശുവിനു വേണ്ടി തീ പൂട്ടാൻ ആവശ്യമായ തീക്കല്ല് ഒരു ജ്യേഷ്ഠൻ സംഘടിപ്പിച്ചു. രാജാവിനു വേണ്ടി ഒരു പൂമാല ഉണ്ടാക്കുവാൻ ആവശ്യമായ ലില്ലിപ്പൂക്കളാണ് മറ്റൊരാൾ എടുത്തത്. തന്റെ ഏറ്റവും വിലപിടിച്ച സമ്പാദ്യമായ സ്വർണ്ണമോതിരമാണ് സാമുവൽ തിരഞ്ഞെടുത്തത്. കുഞ്ഞു ലാഡിയസിന്റെ ഒരേ ഒരു സമ്പാദ്യം പഴകി നിറം മങ്ങിയ ഒരു നീല കമ്പിളി പുതപ്പായിരുന്നു. ഇത് കൊണ്ടുപോയിക്കൊള്ളൂ. ലാഡിയസ് പുതപ്പ് നീട്ടി. സാമുവൽ ലാഡിയസിന്റെ പുതപ്പ് വാങ്ങിയില്ല. ഇത് വേണ്ട മോനെ, നോക്കൂ, ഇതെത്ര മോശമാണ്. ഭിക്ഷക്കാർക്ക് പോലും കൊടുക്കുവാൻ ഇത് കൊള്ളില്ല. പിന്നെ എങ്ങനെയാണ് ഒരു രാജാവിന് കൊടുക്കുക? മാത്രവുമല്ല, ഈ തണുത്ത രാത്രിയിൽ നിനക്ക് ഇതിന്റെ ആവശ്യം വരും. ജ്യേഷ്ഠന്മാർ യാത്രയായപ്പോൾ കുഞ്ഞു ലാഡിയസ് ഒറ്റക്കായി. അവൻ തേങ്ങി കരഞ്ഞ് ഈ പാവം ഉറങ്ങിപ്പോയി. ഉറങ്ങിക്കിടന്നിരുന്ന ലാഡിയസ് മധുരമായ ഒരു സ്വരം കേട്ടു. നിനക്ക് ഉണ്ണിയേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടോ? ലാഡിയസ് തലകുലുക്കി. അതെ, പക്ഷെ എനിക്കിവിടെ നിന്നേ തീരൂ. ഞാൻ ഗബ്രിയേലാണ്, പേടിക്കേണ്ട. നിന്റെ ആടുകളെയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. മാലാഖ പറഞ്ഞു. കമ്പിളി പുതപ്പെടുത്ത് വന്ന് എൻ്റെ കരം പിടിക്കൂ. ഉണ്ണിയേശുവിന് ഇതിന്റെ ആവശ്യമുണ്ട്. മിന്നൽ വേഗത്തിൽ ലാഡിയസ് പുൽത്തൊഴുത്തിന്റെ വാതിൽക്കലെത്തി. പുൽത്തൊഴുത്തിനരികെ ജ്യേഷ്ഠന്മാർ നിന്നിരുന്നു. അവൻ അവരെ വിളിക്കുവാൻ ഒരുമ്പെട്ടെങ്കിലും അരുതെന്ന് മാലാഖ വിലക്കി. ലാഡിയസ് തന്റെ കമ്പിളി പുതപ്പെടുത്തു. മാലാഖ അത് ഉണ്ണിയേശുവിനെ പുതപ്പിച്ചു. പെട്ടെന്ന് ആ പുതപ്പ് പുലരിമഞ്ഞ് പോലെ വെട്ടിത്തിളങ്ങി. മടങ്ങി വരുമ്പോൾ ഗബ്രിയേൽ പറഞ്ഞു, നിന്റെ പുതപ്പായിരുന്നു ഏറ്റവും നല്ല സമ്മാനം. കാരണം നിനക്ക് ഉണ്ടായിരുന്നത് മുഴുവൻ നീ കൊടുത്തുകൊള്ളു. പെട്ടെന്ന് ലാഡിയസ് ഉണർന്നു. നോക്കുമ്പോൾ ജ്യേഷ്ഠന്മാർ മുന്നിൽ സൂര്യൻ ഉദിച്ചിരുന്നു. നിങ്ങൾ രാജാവിനെ കണ്ടോ? അവൻ ചോദിച്ചു. സാമുവൽ പറഞ്ഞു, കണ്ടു. അപ്പോഴാണ് സാമുവൽ ശ്രദ്ധിക്കുന്നത് അവന്റെ കമ്പിളി പുതപ്പ് കാണുന്നില്ല. ലാഡിയസ് ചുറ്റും നോക്കി. തന്റെ കമ്പിളി പുതപ്പ് കാണുന്നില്ല. പിന്നീട് ഒരിക്കലും അവന് അത് കണ്ടു കിട്ടിയിരുന്നില്ല.